ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു റെസ്റ്റോറേഷനെ കുറിച്ചാണ്, അതായത് ഒരു ഫില്ലിംഗ് മെറ്റീരിയലിനെ കുറിച്ചാണ്. കോമ്പോസിറ്റ് എന്നാണ് ഈ ഫില്ലിംഗ് മെറ്റീരിയലിൻ്റെ പേര്. ഈ മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇത് ടൂത്ത് കളേർഡ് ഫില്ലിംഗ് ആണ്, അതായത് പല്ലിൻ്റെ അതേ നിറമുള്ള ഒരു ഫില്ലിംഗ് മെറ്റീരിയലാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉള്ള ഒരു ഫില്ലിംഗ് മെറ്റീരിയലാണ് ഈ കോമ്പോസിറ്റ് ഫില്ലിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഈ കോമ്പോസിറ്റ് ഫില്ലിംഗ് മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ലൈറ്റ് ക്യൂർ ചെയ്യുന്നതാണ്. അതായത് നമ്മൾ സാധാരണ മറ്റുള്ള ഫില്ലിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് കെമിക്കൽ ക്യൂറിങ് ആണ്. അതായത് കെമിക്കൽ റിയാക്ഷൻ വഴിയിട്ട് കുറച്ച് സമയം എടുത്താണ് അത് സെറ്റാവുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളൊരു ലൈറ്റ് അടിക്കുമ്പോൾ അതിനനുസരിച്ച് അത് സെറ്റാവുന്ന ഒരു രീതിയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഫില്ലിംഗ് മെറ്റീരിയലാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ഫില്ലിംഗ് മെറ്റീരിയൽ നമ്മൾ എന്തൊക്കെ സ്റ്റെപ്പാണ് ഈ ഫില്ലിംഗ് മെറ്റീരിയലിൽ നമ്മൾ ചെയ്യുന്നത്, ഈ ഫില്ലിംഗ് മെറ്റീരിയലിൻ്റെ പ്രത്യേകതയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ കോമ്പോസിറ്റ് എന്ന് പറയുന്ന ഒരു റെസിൻ ടൈപ്പ് മെറ്റീരിയലാണ്. ഈ കോമ്പോസിറ്റ് റെസിനകത്തുള്ളത് ഒരു റെസിൻ മെട്രിക്സ് ഉണ്ട്, പിന്നെ അതിനൊരു ഫില്ലർ പാർട്ടിക്കിളുണ്ട്. ഇതിനെ രണ്ടിനെയും തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു കപ്ലിംഗ് ഏജൻസ് ഉണ്ട്. ഇതിൽ റെസിൻ മെട്രിക്സ് ആയിട്ട് വരുന്ന BIS-GMA എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് റെസിനാണ്. അതുപോലെ തന്നെ ഇതിൽ ഫില്ലേഴ്സായിട്ട് ഉപയോഗിക്കുന്നത് കൂടുതലും കോഡ്സ്, കൊളോയിഡൽ സിലിക്ക അങ്ങനെയുള്ള ഏജൻസാണ്. പിന്നെ ഇതിനെ രണ്ടിനെയും യോജിപ്പിക്കുന്ന ഈ കപ്ലിംഗ് ഏജൻറ്റ് എന്ന് പറയുന്നത് ഓർഗാനോസിലൈൻ എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റാണ്. ഇത് കൂടുതലും കോമ്പോസിറ്റ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ആൻറ്റീരിയർ റെസ്റ്റോറേഷനാണ്. അതായത് നമ്മുടെ ഫ്രണ്ടിലത്തെ പല്ല് ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ റെസ്റ്റോറേഷൻ ഉപയോഗിക്കും. ആൻറ്റീരിയർ റെസ്റ്റോറേഷനിൽ മെയിനായിട്ട് നമ്മുടെ ഫില്ലിംഗ് ഒരു പല്ലിൻ്റെ ഒരു ഫ്രണ്ടിലുള്ള ഏതെങ്കിലും ഒരു പോർഷൻ ചിപ്പ് ഓഫ് ആയി പോയാൽ അതിനെ ബിൽഡ് ചെയ്തെടുക്കാനാണ് ഈ കോമ്പോസിറ്റ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പോസ്റ്റ് ആൻഡ് കോറിൽ കോർ ബിൽഡ് ചെയ്തെടുക്കാനും പിറ്റ് ആൻഡ് ഫിഷർ സീലൻ്റായിട്ട് ഉപയോഗിക്കും. അതുപോലെ തന്നെ എസ്തെറ്റിക് ലാമിനേറ്റ് ആയിട്ട് ഉപയോഗിക്കും. ചിപ്ഡ് പോഴ്സിലിൻ റെസ്റ്റോറേഷനെ റിപ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഓർത്തോയിൽ ബ്രാക്കറ്റ്സിനെയൊക്കെ ഒട്ടിക്കാനായിട്ടും, പിന്നെ സെറാമിക് ക്രൗണിൻ്റെ പോസ്റ്റ്, ഇൻലേസ്, ഓൺലേസ് ഇതൊക്കെ ചെയ്യാനായിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ കോമ്പോസിറ്റ് റെസ്റ്റോറേഷൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹൈലി ഏസ്തെറ്റിക്കാണ്. അതായത് നമുക്ക് പല്ലുമായിട്ട് ഇങ്ങനെ ഒരു ഫില്ലിങ് വെച്ചതുപോലും അറിയാൻ പറ്റാതെ അത്രയും മാച്ചിങ് ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് മെറ്റീരിയലാണ്. പിന്നെ ഇതിന് മൾട്ടിപ്പിളായിട്ടുള്ള ക്യൂറിങ് സിസ്റ്റം ആയതുകൊണ്ട് നമുക്കത് വർക്ക് ചെയ്യാനുള്ള ടൈം കിട്ടും. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനെ അഡാപ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ക്യൂർ ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് റിലേറ്റീവ്ലി ഈസിയാണ്, പ്ലേസ്മെൻറ്റ് കുറച്ചും കൂടി ഈസിയാണ്. എല്ലാ ടെക്നിക്കിനും ഡിസഡ്വാൻറ്റേജ് ഉള്ള പോലെ ഇതിനും ടെക്നിക്കുണ്ട്. ഇത് ഒരു സെൻസിറ്റീവായിട്ടുള്ളൊരു ടെക്നിക്കാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ആർട്ട് വർക്ക് പോലെ ഭയങ്കരമായിട്ട് അത് നോക്കി ചെയ്യേണ്ട, ഫ്രണ്ടിലത്തെ പല്ലൊക്കെ ആണെങ്കിൽ നമ്മൾ വളരെ സമയമെടുത്ത് അത് കറക്റ്റ് ചെയ്യേണ്ട ഒരു ടെക്നിക്ക് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്കത് പെട്ടെന്ന് ഇങ്ങനെ കണ്ടൻസ് ചെയ്ത് അതിന് ക്യാവിറ്റിയിലോട്ടാക്കാൻ ബുദ്ധിമുട്ടാണ് ബാക്കിയുള്ള ഫില്ലിങ്ങിനെ പോലെ. അതുപോലെ തന്നെ ഇതിന് ഒരു മൈക്രോ ലീക്കേജ് എന്ന് പറയുന്ന ഒരു സംഭവം വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ മെറ്റീരിയൽ പെട്ടെന്ന് ഷ്രിങ്ക് ആവും. പിന്നീട് ലീക്കേജ് വരാനുള്ള ചാൻസും ഈ ഒരു മെറ്റീരിയലിന് ഉണ്ട്. കഴിയുമ്പോൾ എല്ലാ ഫില്ലിംഗ് മെറ്റീരിയലിനുള്ളതുപോലെ തന്നെ ഇത് സ്റ്റെയിൻ പിടിക്കാനുള്ള ചാൻസും ഉണ്ട്. എങ്ങനെയാണ് ഒരു കോമ്പോസിറ്റ് റെസ്റ്റോറേഷൻ ചെയ്യുക എന്നുള്ളതാണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഈ പേഷ്യൻറ്റിന് ഒരു സെർവൈക്കലി അബ്രൈഡഡ് ആയിട്ടുള്ള ടൂത്തായിരുന്നു, അതായത് സൈഡ് തേഞ്ഞു പോയ ടൂത്തായിരുന്നു. അപ്പോൾ ഞാൻ ആ ടൂത്തിലൊരു സെർവൈക്കൽ അബ്രൈഡഡ് ടൂത്തിൽ എങ്ങനെയാണ് ഒരു കോമ്പോസിറ്റ് റെസ്റ്റോറേഷൻ വെച്ച് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം ആദ്യം ഞാൻ ചെയ്തത് ആ അബ്രൈഡഡ് ടൂത്തിനെ ഒന്ന് റഫൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതായത് ഒന്ന് സ്മൂത്ത്നെസ് മാറ്റിയിട്ട് ഒന്ന് റഫാക്കി എടുക്കുക. പിന്നെ ഞാൻ ചെയ്യുന്നത് ഒരു എച്ചൻഡ് അപ്ലൈ ചെയ്തതാണ്. എച്ചൻഡ് എന്ന് പറയുന്ന ഒരു 37% ഫോസ്ഫോറിക് ആസിഡാണ്. അപ്പോൾ കോമ്പോസിറ്റ് റെസ്റ്റോറേഷനിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എച്ചൻഡ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ഡ്രൈ ചെയ്ത് ആ പോർഷൻ നന്നായിട്ട് ഐസൊലേറ്റ് ചെയ്യണം. കാരണം നമ്മുടെ നനവുള്ള ഒരു ഇതിൽ നമുക്ക് ബോണ്ടിങ് കിട്ടാൻ പാടായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ബോണ്ടിങ് ഏജൻറ്റ് അപ്ലൈ ചെയ്തിട്ട്
ലൈറ്റ് ക്യൂർ ചെയ്യണം. നന്നായിട്ട് ഐസൊലേറ്റ് ചെയ്ത് ആ ബോണ്ടിങ് ഏജൻറ്റ് അപ്ലൈ ചെയ്തിട്ട് ലൈറ്റ് ക്യൂർ ചെയ്തതിന് ശേഷം കോമ്പോസിറ്റ് മെറ്റീരിയൽ ആ പോർഷനിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഞാൻ ആൻറ്റീരിയറിൽ 2 ടൂത്താണ് കോമ്പോസിറ്റ് റെസ്റ്റോറേഷൻ വെച്ചിട്ട് ഫില്ല് ചെയ്തത്. ഏകദേശം അതൊരു നല്ലൊരു ഡീപ്പായിട്ടുള്ള ഒരു സെർവൈക്കൽ അബ്രേഷൻ ആയിരുന്നു. ആ പേഷ്യൻറ്റിന് ആ ഡീപ്പായിട്ടുള്ള സെർവൈക്കൽ അബ്രേഡഡ് പോർഷനിൽ കോമ്പോസിറ്റ് വെച്ച് അതിനെ ബിൽഡ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ കോമ്പോസിറ്റ് വെച്ചതിന് ശേഷം എങ്ങനെയാണോ അതിനെ അഡാപ്റ്റ് ചെയ്യുന്ന ആ രീതിയിൽ അഡാപ്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തതിന് ശേഷം ലൈറ്റ് ക്യൂറും കൂടി ചെയ്തു കൊടുക്കണം. ലൈറ്റ് ക്യൂർ ചെയ്ത് ഒരു 30 സെക്കൻഡ് ലൈറ്റ് ക്യൂർ ചെയ്യുമ്പോൾ തന്നെ അത് സെറ്റായിക്കോളും. ഇങ്ങനെയാണ് ഈ കോമ്പോസിറ്റ് റെസ്റ്റോറേഷൻ ചെയ്യുന്നത്. ഈ പേഷ്യൻറ്റിന് ഒരുപാട് സെർവൈക്കലി അബ്രേഡഡ് ടൂത്ത് ഉണ്ടായിരുന്നു. ആൻറ്റീരിയറിലെ 2 ടൂത്താണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ടൂത്ത് ചെയ്യുമ്പോഴും എജൻറ്റ് അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിൽ ബോണ്ടിങ് ഏജൻറ്റ് ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും ലൈറ്റ് ക്യൂർ ചെയ്യുക. വീണ്ടും കോമ്പോസിറ്റ് റെസ്റ്റോറേഷൻ വെച്ചതിന് ശേഷം അതിനെ അഡാപ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ലൈറ്റ് ക്യൂർ ചെയ്ത് കറക്റ്റ് ചെയ്യുക. ഇത്രയാണ് ഈ കോമ്പോസിറ്റ് റെസ്റ്റോറേഷൻ ചെയ്യുമ്പോൾ വെച്ച് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പുകളെന്ന് പറയുന്നത്. ഇത് നന്നായിട്ട് സെറ്റായതിന് ശേഷം ഒന്ന് പോളിഷ് ചെയ്ത് അതിൻ്റെ റഫ് ആൻഡ് ആയിട്ടുള്ള എല്ലാ ഏരിയാസും പോളിഷ് ചെയ്ത് നല്ല സ്മൂത്താക്കി എടുക്കുക. ഇത്രയും പ്രോസസ്സ് കഴിയുമ്പോൾ നമ്മുടെ കോമ്പോസിറ്റ് റെസ്റ്റോറേഷൻ്റെ ആ ഒരു റെസ്റ്റോറേഷൻ കറക്റ്റായിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരുപാട് പേഷ്യൻസിന് ഇങ്ങനെ ചെയ്യാൻ പറ്റും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. താങ്ക് യു.